കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 5 ഹിന്ദി എക്സാം കഴിഞ്ഞു അല്ലേ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ നോക്കിയാലോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗതിവിധി 1, ആക്ടിവിറ്റി 1 എന്തായിരുന്നു? സൂചന നൽകിയിട്ടുണ്ട്. കവിത കി പങ്ക്തിയോം കെ കോ ക്രമ സേ ലിഖേം. ഈ ഒരു കവിതയാണ്, നിങ്ങളുടെ ആദ്യത്തെ കവിതയാണ്. ഇത് ക്രമത്തിൽ എഴുതുക എന്നാണ്. സുബഹ് സുബഹ് കി ആഗയി ധൂപ്, ഇങ്ങനെയാണോ? നോ. ധൂപ് ആഗയി സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹ്കീം, കലിയാം പ്യാരി ക്യാരി ക്യാരി മഹ്കീം, കലിയാം ഇത്തനി സാരി മഹ്കീം, ഹവാ ബഹ് രഹീം ടണ്ടി ടണ്ടി. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ധൂപ്, രണ്ടാമത് ആഗയി, മൂന്നാമത് സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹ്കീം. ഇതൊരു ഓർഡറിൽ എഴുതുക, ക്രമത്തിൽ എഴുതുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഗതിവിധി. ഓക്കെ, രണ്ടാമത്തെ ഗതിവിധി എന്താ? ചിത്ര ദേഖേം ഔർ പ്രശ്നോം കെ ഉത്തർ ദേം. ചിത്രം നോക്കൂ, നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഒന്നാമത്തെ ചോദ്യം എന്താ? യഹ് കിസ്കാ ചിത്ര ഹൈ, ഇത് ആരുടെ ചിത്രമാ? ബാദൽ മേഘമാണോ? ചിടിയ പക്ഷിയാണോ? മച്ചിലി മീനാണോ? ഫൂൽ പൂവാണോ? ആരുടെ ചിത്രമാ? ചിടിയ പക്ഷിയുടെയാണ് അല്ലേ? സങ്കേത് കെ അനുസാർ ചിത്ര കോ രംഗ് ദേം. ഇവിടെ നൽകിയിരിക്കുന്ന അനുസരിച്ച് ചിത്രത്തിന് നിറം കൊടുക്കുക. കാല ബ്ലാക്ക്, ഈ ഒന്നെന്ന് എഴുതിയിരിക്കുന്നതിനെല്ലാം ബ്ലാക്ക് കളർ നൽകുക. 2 ഹര, ഹര പച്ച, 2 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഹര പച്ച നിറം കൊടുക്കുക. 3 നീല, 3 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നീല നിറം ബ്ലൂ നിറം കൊടുക്കുക. ലാൽ റെഡ്, ചുവപ്പ്. 4 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റിയിലെ ഖ ക്വസ്റ്റ്യൻ. ഈസി അല്ലേ? എഴുതിയില്ലേ? എഴുതി. അപ്പോൾ ഗതിവിധി 3ലേക്ക് പോകാം. മൂന്നാമത്തെ ഗതിവിധിയിലേക്ക് പോകാം. മൂന്നാമത്തെ ആക്ടിവിറ്റി സൂചന എന്താണ്? ചിത്ര ദേഖേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ചിത്രം നോക്കുക, നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ദാ ഒരു ചിടിയ, ഒരു പക്ഷി മരത്തിന് മുകളിൽ ഇരിപ്പുണ്ട്. പെൺകുട്ടി എവിടെയാണ്? പൂന്തോട്ടത്തിലാണ്. ചെടികളിൽ പൂക്കളുണ്ട്. ദാ ഇവിടെ ഒരു നായ, വീടിന് പുറത്തൊരു നായയുണ്ട്. എന്തുണ്ട്? ഒരു ഫിഷ്, മച്ചിലി ഈ പോണ്ട് കുളത്തിലുണ്ട്. കണ്ടല്ലോ? ഇനി നമുക്ക് ഈ ചിത്രം മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം. കുത്ത കഹാം ഹേ. കുത്ത എവിടെയാണ്? കുത്ത എവിടെയാ? കുത്ത എവിടെയാ? കുത്ത എവിടെയാ? ഘർ കെ ബാഹർ ഹേ, വീടിന് പുറത്ത് നിൽപ്പുണ്ട്. പൗഥേ മേം, പൗഥേ പ്ലാന്റ്, ചെടികൾ, ചെടിയിൽ എന്തുണ്ട്? ഫൂൽ ഹേ, പൂവുണ്ട്. ലഡ്കി, പെൺകുട്ടി എവിടെയാണ്? ബഗീച്ചേമേം ഹേ, പൂന്തോട്ടത്തിലാണ്. നദീമേം, നദിയിൽ എന്തുണ്ട്? മച്ചലി ഹേ, മീനുണ്ട്. ചിടിയ, പക്ഷി എവിടെയാണ്? പേട് പർ ഹേ, മരത്തിന് മുകളിലാണ്. ഇങ്ങനെയായിരുന്നു എടുത്തെഴുതേണ്ടത്. കുത്ത കർഖേ ബാഹർ ഹേ, പൗഥേ മേം ഫൂൽ ഹേ, ലഡ്കി ബഗീച്ചേ മേം ഹേ, നദി മേം മച്ചിലി ഹേ, ചിടിയ പേട് പർ ഹേ. ഇങ്ങനെയായിരുന്നു എഴുതാനുണ്ടായിരുന്നത്. ഗതിവിധി 4, കവിത ക്രം സേ ലിഖേം. നിങ്ങളുടെ അടുത്ത കവിത ഫസ്റ്റ് ലൈൻ നൽകിയിട്ടുണ്ട്. നീതു ഖാത്ത പില്ല ഏക്. സെക്കൻഡ് ലൈൻ എന്താണ്? ബദൻ പേ ഉസ്കെ രൂയേ മനേക്. മൂന്നാമത് എന്താണ്? ചോട്ടി ഠാങ്കെ ലംബി പൂഞ്ച്. നാലാമത് ഭൂരി ദാഡി കാലി മൂഞ്ച്. അഞ്ചാമത് മക്കി സേ വഹ് ലിട്ടാ ഥാ. ആറാമത്
ഖടേ ഖടേ ഗിർ പഡ്താ താ. ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാനുള്ളതായിരുന്നു. കവിത ക്രം സേ ലിഖേം, ക്രമത്തിൽ കവിത എഴുതുക. ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരിയിൽ എന്ത് എഴുതണം? ബത്നെ പേ ഉസ്കെ രൂയേ മനേക്. മൂന്നാമത്തെ വരിയിൽ മൂന്നാമത്തെ ലൈൻ ഇത് എഴുതുക. നാലാമത്തെ വരിയിൽ ഭൂരി ദാഡി അത് എഴുതുക. അഞ്ചാമത്തെ വരിയിൽ മക്കി സേ വഹ്ലഡ്താ താ. ആറാമത്തെ വരിയിൽ ഖടേ ഖടേ ഗിർ പഡ്താ താ. ഓക്കെ, ഇതായിരുന്നു ഗതിവിധി 4. നെക്സ്റ്റ് ഗതിവിധി 5, ആക്ടിവിറ്റി 5. ചിത്രോം കെ അനുസാർ വാക്യ ലിഖേം. ചിത്രത്തിനനുസരിച്ച് വാക്യം എഴുതുക. വാക്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് വാക്യം എന്താണ്? ബിസ്ക്കറ്റ് ഖാന, ബിസ്ക്കറ്റ് കഴിക്കുന്നു. എവിടെയാ? ഇവിടെയാണ്. ബിസ്ക്കറ്റ് ഖാന ഇവിടെയാണ് എഴുതാനുള്ളത്. കിതാബ് പഠന, പുസ്തകം വായിക്കുന്നു. എവിടാ? ഇവിടെയാണ് കിതാബ് പഠന എഴുതാനുള്ളത്. നീതു കെ സാത്ത് ഖേൽന, നീതുവിനോടൊപ്പം കളിക്കുന്നു. എവിടാ? ഇവിടെയാണ് നീതു കെ സാത്ത് ഖേൽന എഴുതാനുള്ളത്. പങ്കേ കെ നീച്ചേ സോന, ഫാനിന് താഴെ ഉറങ്ങുന്നത് എവിടാ? ഇവിടെയാണ് കേട്ടോ. പങ്കേ കെ നീച്ച് സോന. മക്കി സേ ലഡ്ന, മക്കിയോട് പോരാടുന്നു. എവിടെയാ? മക്കി സേ ലഡ്ന. ഓക്കെ, ഇതായിരുന്നു ഗതിവിധി 5, അഞ്ചാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, ഇതെല്ലാവരും എഴുതിയല്ലോ. ചിത്രം കെ അനുസാർ വാക്യ ലിഖേം, ചിത്രം അനുസരിച്ച് വാക്യം എല്ലാവരും എഴുതിയല്ലോ. ഇനി ആറാമത്തെ ആക്ടിവിറ്റി ചിത്ര പകിച്ചാനേം ഔർ ശബ്ദ ലിഖേം. ഗതിവിധി 6, ചിത്ര പകിച്ചാനേം ഔർ ശബ്ദ ലിഖേം. ഇതെന്താണ്? ചിത്രം നോക്കി അതിന്റെ പേര് ഇവിടെ നിന്ന് എടുത്തെഴുതുക. ഇതാരാ? ബട്ടർഫ്ലൈക്ക് എന്താ പറയാ? തിത്തലി. ബട്ടർഫ്ലൈ തിത്തലി. തിത്തലി കണ്ടോ? ഇതാണ് തിത്തലി. രണ്ടാമത് ഇതാരാണ്? എലിഫന്റ്, ആന. ആനയ്ക്ക് എന്താ പറയാ? ഹാത്തി. ഇതെന്താണ്? പൂമൊട്ട്. 3. എന്താമത്തെ പൂമൊട്ടിന് എന്താ പറയാ? കലി. എന്താ പറയാ? കലി. അടുത്ത് സൺ, സൂര്യൻ എന്താ പറയാ? നാലാമത്തേത് സൂരജ്. എന്താ എഴുതാനുള്ളത്? സൂരജ്. അഞ്ചാമത്തേത് എന്തായിരുന്നു? മേഘം. മേഘം എന്ന് പറഞ്ഞാൽ ബാദൽ. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ ആൻസർ എഴുതിയിട്ടുണ്ടാവും. ഇതായിരുന്നു അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി ക്വസ്റ്റ്യൻ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.